ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുക്രിസ്തു ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും സ്നേഹമുള്ള, മധുരമുള്ള, ബന്ധമുള്ള, വിനയമുള്ള പേരാണ് ഇടയൻ. ഇടയൻ എന്ന പേര് വൈദികർക്കും മെത്രാന്മാർക്കും മറ്റ് സഭാപിതാക്കന്മാർക്കും ആലങ്കാരികമായി നൽകുന്ന ചെറിയ ചുരുങ്ങിയ അർത്ഥമല്ല യേശു നൽകുന്നത്. നേതാവ്, ഭരണകൂടങ്ങൾ, നിയമപാലകർ എന്നിങ്ങനെ അധികാരവും ശക്തിയും സ്വാധീനവും സമ്പത്തും പ്രശസ്തിയുമുള്ള എല്ലാവരും ഇടയന്മാരാണ്. ഇപ്പോഴും ചുറ്റും അനുയായികളും കാവൽക്കാരും സേവകരും ഉള്ള എല്ലാവരെയും ഇടയൻ എന്ന് വിളിക്കുവാനാണ് യേശു ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നിയത്. കാരണം അവർ എല്ലാവരും ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. അയോഗ്യരും അർഹതയില്ലാത്തവരും അധികാരസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇന്ന് സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന, അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും അനിശ്ചിതത്വവും അരക്ഷിതാവസ്ഥയും കാണുമ്പോഴാണ് ഇടയനെക്കുറിച്ച് യേശു അന്ന് പറഞ്ഞ വചനങ്ങൾക്ക് ഇന്ന് കൂടുതൽ അർത്ഥവും വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നത്. രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും സഭയുടെയും നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ നിലപാടുകളും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതങ്ങളും അതിക്രമങ്ങളും ഇടയനെക്കുറിച്ച് നമ്മെ കൂടുതൽ ചിന്തിക്കുവാൻ ഇടവരുത്തുന്നു. അധികാരത്തിനു വേണ്ടി മത്സരിക്കുന്നവരും അധികാരം ഉറപ്പിക്കുവാൻ വേണ്ടി അബദ്ധ പ്രസ്താവനകൾ നടത്തുന്നവരും വസ്തുതകളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണുവാൻ കഴിയാത്തവരും ഏകാധിപത്യ സ്വഭാവം പുലർത്തുന്നവരും നല്ല ഇടയനെക്കുറിച്ച് നമ്മെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. നിയമങ്ങളെല്ലാം എതിരാളികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി മാത്രമുള്ളതാണ് എന്ന സമീപനങ്ങളും എതിർ ശബ്ദങ്ങളോട് കാണിക്കുന്ന വലിയ അസഹിഷ്ണുതയും, അങ്ങനെ നമ്മൾ ഈ സമകാലിക ലോകത്ത് കാണുന്ന സംഭവവികാസങ്ങൾ എന്താണ് നല്ല ഇടയൻ്റെ യഥാർത്ഥ പ്രത്യേകതയും സ്വഭാവമെന്ന് തിരിച്ചറിയുവാൻ നമ്മെ നിരന്തരം പ്രേരിപ്പിക്കുന്നു, സഹായിക്കുന്നു. അതിനിടയിൽ തിരുസഭാ മക്കൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ ഇടർച്ചയ്ക്ക് കാരണമായിത്തീരുന്ന സംഭവങ്ങളും വിശുദ്ധ കുർബാനയോടും കുദാശകളോടും ഉള്ള അകൽച്ചയ്ക്ക് കാരണമായിത്തീരുന്ന തർക്കങ്ങളും ഇടയധർമ്മം എന്താണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങളെ ആത്മീയതയിലും പ്രാർത്ഥനാരൂപിയിലും പക്വതയോടെ വിലയിരുത്തി ഉചിതമായ തീരുമാനങ്ങൾ സമയത്ത് എടുക്കും എന്ന് കരുതിയ ഇടങ്ങളിലും സുവിശേഷങ്ങളിലെ നല്ല ഇടയന് സ്ഥാനമില്ല എന്ന് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ചുറ്റും സംഭവിക്കുന്നത് എന്തുമാകട്ടെ, നേതാവാകുവാൻ ആഗ്രഹിക്കുന്നവരും അധികാരം നേടുവാൻ പരിശ്രമിക്കുന്നവരും സ്വാധീനമുറപ്പിക്കുവാൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നവരും സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? പ്രഖ്യാപിക്കേണ്ട പ്രത്യയ ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ മനോഭാവങ്ങളും മാതൃകകളും എന്തൊക്കെയാണ്? ഇടയനെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്ന സത്യങ്ങളിൽ ഇതെല്ലാമുണ്ട്. ഇടയന്മാരെ മൂന്നായിട്ടാണ് യേശു തരംതിരിക്കുന്നത്. ഒന്ന്, കള്ളന്മാരും കവർച്ചക്കാരും. അവർ ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിൽ കൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടന്നു വരുന്നവരാണ്. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളന്മാരും കവർച്ചക്കാരുമായ ഇടയന്മാർ വരുന്നത്. അധാർമികമായ ഏതു മാർഗവും സ്വീകരിച്ച് എങ്ങനെയും അവകാശം അധികാരവും കൈക്കലാക്കുക, സാധാരണ ജനങ്ങളെ കബളിപ്പിച്ചും ചതിച്ചും എല്ലാം സ്വന്തമാക്കുക, അസത്യം മാത്രം പ്രചരിപ്പിച്ച് അടിമകളെപ്പോലെ ജനങ്ങളെ കൂടെ നിർത്തുക, അയാളുടെ അനുചരന്മാരും മാത്രം വളരുക. യേശു പറഞ്ഞ കള്ളന്മാരും കവർച്ചക്കാരുമായ ഇടയന്മാർ അവരാണ്. രണ്ടാമത്തെ വിഭാഗം ആടുകൾ സ്വന്തമല്ലാത്തവരായ കൂലിക്കാരാണ്. ഏൽപ്പിക്കപ്പെട്ട ജോലിയോട് ആത്മാർത്ഥതയും വിശ്വസ്തതയും ഇല്ലാത്തവർ. ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമാകുവാൻ വിളിക്കപ്പെട്ട ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ കുറേ അധികം പേർ ഈ വിഭാഗത്തിൽ പെടുന്നവരാണ്. അവർക്ക് ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തവരാണ്. മൂന്നാമത്തെ വിഭാഗമാണ് നല്ല ഇടയന്മാർ. ആടുകൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ, ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ മനസ്സുള്ളവർ, സ്വന്തം ആടുകൾക്ക് വേണ്ടി എവിടെയും വാദിക്കുന്നവർ, സ്വന്തം ആടുകൾക്ക് വേണ്ടി ഭരണകൂടങ്ങളുടെ അടുത്ത് ധൈര്യപൂർവ്വം ചെല്ലുന്നവർ, ധൈര്യപൂർവ്വം ചോദിച്ചു വാങ്ങുന്നവർ, വാദിക്കുന്നവർ, പീഡനങ്ങളെയും എതിർപ്പുകളെയും വിചാരണകളെയും ആക്ഷേപങ്ങളെയും പരിഹാസങ്ങളെയും നേരിടുവാൻ ഒരിക്കലും ഭയമില്ലാത്തവർ, അവർക്ക് യേശുവിൻ്റെ മുഖമാണ്.
ക്രിസ്തുവിൻ്റെ വഴിയാണ്, ക്രിസ്തുവിൻ്റെ വിധിയും നിയോഗവുമാണ്. വ്യക്തിജീവിതത്തിൽ നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങൾ എന്നെങ്കിലും ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതം നയിക്കുന്നവർ, ആത്മീയ പിതാക്കന്മാർ പറയുന്ന അതിപ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. ഈ 3 വിഭാഗവും ഒരേ അളവിൽ സമൂഹത്തിൽ കാണാം. രാജ്യമാകട്ടെ, നാടാകട്ടെ, മതമാകട്ടെ, പ്രസ്ഥാനമാകട്ടെ, രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, കുടുംബങ്ങളാകട്ടെ വളരുന്നു, വികസിക്കുന്നു, നന്നാകുന്നു എന്ന് കാണുന്ന ലക്ഷണമെന്താണ്? ഈ 3ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന നല്ല ഇടയന്മാരുടെ സംഖ്യ കൂടുകയും മറ്റുള്ള വിഭാഗങ്ങളുടെ സംഖ്യ കുറയുകയും ചെയ്യുകയാണ്. നശിക്കുന്നതും തകരുന്നതും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർന്നു പോകുന്നതും എപ്പോഴാണ്? 1ാമത്തെ വിഭാഗത്തിൻ്റെ ശക്തി വർദ്ധിക്കുമ്പോഴാണ്. കള്ളന്മാരും കവർച്ചക്കാരുമായ ഇടയന്മാർ കൂടി വരുമ്പോഴാണ്. നിർഭാഗ്യവശാൽ ഈ 1ാമത്തെ വിഭാഗത്തിൻ്റെ ശക്തിയാണ് കൂടി വരുന്നത്. അതായത് നല്ല ഇടയന്മാർ കുറയുന്നു എന്നർത്ഥം. അതുകൊണ്ട് സുവിശേഷങ്ങളിലെ ഏറ്റവും ഹൃദയസ്പർശിയായ പ്രതീകങ്ങളായ ഇടയനും ആടും വാതിലും ഒരുമിച്ച് ചേരുന്ന ഏറ്റവും വലിയ സങ്കേതമായ യേശുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നത് മാത്രമേ ഏക പോംവഴിയുള്ളൂ. ആ സ്വഭാവം സ്വന്തമാക്കുക മാത്രമേ ഏക പരിഹാരമുള്ളൂ. കാരണം ഓരോ വ്യക്തിയും ആടും വാതിലും ആയ ശേഷമേ ഇടയനായി രൂപാന്തരപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് യേശു നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതായത് ആടും വാതിലും ഇടയനും ഒരാൾ തന്നെ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു. ഞാനാണ് വാതിൽ, യേശു. ഞാൻ നല്ല ഇടയനാകുന്നു, ആര്? യേശു. ഇത് 3ഉം ഒരുമിച്ച് വരണം. അതാണ് സ്വന്തം ജീവിതം കൊണ്ട് യേശു നമുക്ക് കാണിച്ചു തന്നത്. സുവിശേഷം എപ്പോഴും അങ്ങനെയാണ്. ബലിയർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെ, ബലിയാകുന്നതും ബലിയേകുന്നതും ഒരാൾ തന്നെ, വിധികർത്താവും വിധിക്കപ്പെടുന്നവനും ഒരാൾ തന്നെ, അടിമയും ഉടമയും ഒരാൾ തന്നെ. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെങ്കിൽ നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാണ്. ക്രൂശിക്കപ്പെടുന്നതും ഉയർപ്പിക്കപ്പെടുന്നതും ഒരാൾ തന്നെ, നേതാവും അനുയായിയും ഒരാൾ തന്നെ, നേടുന്നവനും നഷ്ടപ്പെടുന്നവനും ഒരാൾ തന്നെ, ദൈവവും മനുഷ്യനും ഒരാൾ തന്നെ. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം യേശു പറയുന്ന 3ാമത്തെ വിഭാഗത്തെക്കുറിച്ച്, നല്ല ഇടയനെക്കുറിച്ച് ധ്യാനിക്കുവാൻ. കാരണം 3ാമത്തെ വിഭാഗമാണ് ഇന്ന് കൂടി വരേണ്ടത്. എന്തൊക്കെയാണ് നല്ല ഇടയൻ്റെ ലക്ഷണങ്ങൾ? 1ാമത് സ്നേഹിക്കുന്നവൻ എന്നാണ്. സ്നേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയാണ് യഥാർത്ഥമായ ഇടയധർമ്മം. സ്നേഹത്തിൻ്റെ സ്പർശമില്ലാത്ത എല്ലാ പ്രവൃത്തികളും തിന്മയാണ്. എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ കേന്ദ്രം യേശുവുമാണ്. അതിൻ്റെ ലക്ഷണം എല്ലാവരെയും സ്നേഹിക്കുക എന്നതാണ്. സ്നേഹിതർക്കിടയിൽ ഒരു രഹസ്യവുമില്ല, ഒന്നും മറയ്ക്കാനുമില്ല. നേതാക്കന്മാർ ഒരിക്കലും കള്ളം പറയുന്നവരാകരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കള്ളം പറയുന്നവൻ പിശാചാണ്, പിശാച് നുണയനും നുണയൻ്റെ പിതാവുമാണ് എന്ന് യേശു പറയുന്നു. അതുകൊണ്ടാണ് പത്രോസിന് അവസാനം അധികാരം യേശു കൈമാറുന്നതിന് മുമ്പ് സ്നേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ യേശു ചെയ്യിക്കുന്നത്. അത് 3 തവണ. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അധികാരത്തിൽ എല്ലാവിധ തിന്മകളും കടന്നു കയറും. ധാർമ്മികതയും നീതിയുമില്ലാത്ത ഒരു മത്സരബുദ്ധി അവിടെ ഉണ്ടാവും. 2ാമത് സ്നേഹം എങ്ങനെയുള്ളതാണ് എന്നതാണ്. ജീവൻ കൊടുക്കുവാൻ തയ്യാറാകുന്ന സ്നേഹം, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഒരുങ്ങുന്ന സ്നേഹം, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറാകുന്ന സ്നേഹം. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജിക്ക് ശേഷം രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത നേതാക്കന്മാർ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും എത്രയുണ്ട് എന്ന് അന്വേഷിച്ചാൽ നേതാക്കന്മാരുടെ ഈ കാപട്യം നമുക്ക് മനസ്സിലാക്കാം. തമ്മിൽ തല്ലിച്ചാകുവാൻ അനുയായികളായ സാധാരണ മനുഷ്യരെ ബ്രെയിൻ വാഷ് ചെയ്ത് അയക്കുകയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളെ കൂട്ടുന്നതും ഇങ്ങനെ തന്നെയാണ്. അധികാരമുള്ളവർ എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി മാത്രം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കാരണമെന്താണ്? അകാരണമായ ഭയം തന്നെ കാരണം. ഒരിക്കലും വിശ്വാസവും ഭയവും ഒരുമിച്ച് പോവുകയില്ല. വിശ്വാസമില്ലെങ്കിൽ അതിന് കാരണം ഭയമാണ്, ഭയമുണ്ടെങ്കിൽ അതിന് കാരണം വിശ്വാസമില്ല എന്നതാണ്. പൊതുജനങ്ങളെ ഭയമുള്ളവർ ഒരിക്കലും ഒരു നല്ല ഇടയനാകുന്നില്ല. എന്തൊക്കെയോ നഷ്ടമാകും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഭയമുണ്ടാകുന്നത്. നേതാക്കന്മാർ എന്ന് കരുതുന്നവർ, അധികാരം നേടി എന്ന് കരുതുന്നവർ
എന്ത് നഷ്ടപ്പെടുത്തി എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മഹത്വം നിർണ്ണയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂന്നാമത്, വാതിലും ഇടയൻ തന്നെയാണ് എന്നതാണ്. ഇപ്പോൾ തൻ്റെ ആടുകൾക്ക് നൽകുന്ന സംരക്ഷണം, സുരക്ഷിതത്വം, അതാണ് വാതിൽ. ആടുകളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇടയനെ തോൽപ്പിക്കണം, കൊല്ലണം. ഇതിനോട് ചേർത്താണ് ചെന്നായി വരുമ്പോൾ സ്വന്തം ജീവനം കൊണ്ട് ഓടുന്ന ഇടയനെക്കുറിച്ച് വായിക്കേണ്ടത്. സ്വന്തം നേട്ടങ്ങൾക്കും അധികാരത്തിനു വേണ്ടി മാത്രം നിലനിൽക്കുകയും അതിനുവേണ്ടി എന്ത് അനീതിയും പ്രവർത്തിക്കുകയും ധാർമ്മിക മൂല്യങ്ങൾ ബലികഴിക്കുകയും ചെയ്യുന്നവരെ ചുറ്റും കാണുമ്പോൾ ഈ കാര്യം നമ്മൾ ഓർമ്മിക്കണം. യേശു പറഞ്ഞ ഇടയൻ ആരാണ് എന്ന്. നാലാമത്, നേരായ വഴിയിലൂടെ മാത്രമേ നല്ല ഇടയൻ പ്രവേശിക്കുകയുള്ളൂ എന്നതാണ്. അവകാശവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും നേടാൻ മാത്രം നമ്മൾ ശ്രമിക്കുന്നവരെ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ വരുന്നവരെല്ലാം സ്വന്തമായി സമ്പാദിക്കുവാനും നേടുവാനും മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ലക്ഷങ്ങൾ ചിലവഴിച്ച് ചില കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർ അതിൻ്റെ 10 മടങ്ങ് സമ്പാദിക്കുവാൻ എന്ത് അതിക്രമവും അധാർമികതയും അനീതിയും പ്രവർത്തിക്കുന്നത് പോലെയാണ്. അതേസമയം നേരായ വഴിയിലൂടെ എന്തെങ്കിലും നേടുവാൻ ശ്രമിച്ചാൽ അതിന് കാത്തിരിക്കേണ്ടി വരും, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അഞ്ചാമത്, ഇടയൻ്റെ വ്യക്തിപരമായ അടുപ്പമാണ്. ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. ഓരോരുത്തരെയും കൃത്യമായി അറിയുന്നയാൾ, എന്താണ് ആവശ്യമെന്ന് കൃത്യമായി കണ്ടെത്തുന്നയാൾ, ആടിൻ്റെ കരച്ചിൽ തിരിച്ചറിയുന്നയാൾ, വേദനിക്കുമ്പോൾ ഓടിയെത്തി സമാശ്വസിപ്പിക്കുന്ന ഇടയൻ. ആറാമത്, കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പോയി കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ ഇടയൻ. ഒന്ന് പോയെങ്കിൽ പോട്ടെ എന്ന് കരുതി ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നേയില്ല. അപ്പോൾ ആടായി മാറാൻ കഴിയാതെ ആർക്കും ഇടയനാവാൻ കഴിയുകയില്ല. ആടിൻ്റെ മണമുള്ള ഇടയൻ എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ആടുകളോട് ചേർന്നിരിക്കുന്നവൻ, കൂടെ ആയിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ക്രിസ്തുവിനെ പോലെ ഇടയനായും ആടായും വാതിലായും ഒരേ സമയം രൂപാന്തരപ്പെടുവാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അനുഭവത്തിലും ഇടയധർമ്മം നിറവേറ്റുവാൻ കഴിയുന്ന ഇടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആ ഇടയധർമ്മം എപ്പോഴും പൂർത്തിയാക്കുവാൻ, യഥാർത്ഥ ഇടയനെ തിരിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.